ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലം, അതും ഒരു മന്ത്രിമണ്ഡലമാണ്. റോഷി അഗസ്റ്റിൻ ഇത്തവണ ഒരിക്കൽ കൂടി കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ജനവിധി തേടുന്നു. റോയ് കെ പൗലോസാണ് കോൺഗ്രസിന് വേണ്ടി UDF വേണ്ടി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. BDJS സ്ഥാനാർത്ഥിയായി പ്രതീഷ് പ്രഭ കൂടിയുണ്ട്. അതാണ് ഇടുക്കി മണ്ഡലത്തിന്റെ മത്സര ചിത്രം. നമ്മൾ കുറച്ചുകൂടി വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കി. വാശിയേറിയ പോരാട്ടം ഇത്തവണ നടന്നിട്ടുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം കുറയാതിരുന്നത് അത് ഗുണമായി എന്ന വിലയിരുത്തലിലാണ് UDF. നമ്മൾ UDF കണക്കുകൾ പരിശോധിക്കുകയാണ്. UDF കണക്കുകൂട്ടലുകളും അവരുടെ പ്രതീക്ഷകളും പരിശോധിക്കുമ്പോൾ ഈ പോളിംഗ് ശതമാനം കുറയാത്തത് അത് കുറയാതിരുന്നത് ഗുണമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ ആ ഒരു അനുകൂല തരംഗം ഇത്തവണ ഉണ്ട് എന്ന് കൂടി UDF കണക്കാക്കുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടും എന്നതാണ് UDF ഒരു പ്രതീക്ഷ. നമ്മൾ LDF പോവുകയാണ്. LDF കണക്കുകൾ, LDF ഇതിനെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ കാണുന്നത് എന്നാണ്. റോഷി മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. സഭയുമായി റോഷിക്കുള്ള അടുത്ത ബന്ധം, ആ ആത്മവിശ്വാസം, ഇരുവർക്കുമിടയിലുള്ള ബന്ധം വോട്ടായി മാറും ഇത്തവണ. അതുകൊണ്ട് തന്നെ ഇടുക്കി മണ്ഡലം നിലനിർത്താനാകും എന്ന് LDF പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മളിനി ഇടുക്കിയിലെ പോളിംഗ് ശതമാനത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ അത് 70.64%. അതേക്കുറി 75.4% വർദ്ധിച്ചു. എന്നാൽ SIR കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ 1940 വോട്ടുകളുടെ കുറവുണ്ട്. അതായത് ടോട്ടൽ വോട്ടുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ അത് കൂടിയിട്ടുമുണ്ട്. അത് SIRുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ വന്ന മാറ്റം കൊണ്ടാകാം എന്നാണ് പ്രത്യേകമായും വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇതാണ് പോളിംഗ് ശതമാനം സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി 2021 തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. LDF സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ തന്നെയാണ് 2021 മത്സരിച്ചത്. അന്ന് അദ്ദേഹം നേടിയത് 62,368 വോട്ടാണ്. 47.48% അതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. UDF വേണ്ടി ഫ്രാൻസിസ് ജോർജ് 56,795 വോട്ട് നേടി. 43.24% ഈ വോട്ട് ഷെയർ കണക്കാക്കുമ്പോൾ ഉണ്ടാവുക. അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് സംഗീത വിശ്വനാഥനായിരുന്നു. അവർക്കാകെ നേടാൻ കഴിഞ്ഞത് 9,148 വോട്ടാണ്. അത് 7.07%. ആകെ പോൾ ചെയ്തതിൻ്റെ 7% മാത്രമാണ് NDAയുടെ വോട്ടിംഗ്. കഴിഞ്ഞ 2021 കണക്ക്. ഇത്തവണ അതുപോലെ ആയിരിക്കുമോ? അതിലെന്തെങ്കിലും മാറ്റം വരുമോ? NDA എത്ര വോട്ട് പിടിക്കും? അതെങ്ങനെ ഈ രണ്ട് മുന്നണികളുടെ പ്രതീക്ഷകളെ, സാധ്യതകളെ ബാധിക്കും? തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ഇനി ഇടുക്കി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉണ്ട്. അത് UDF കയ്യിലുള്ള മുനിസിപ്പാലിറ്റിയാണ് കട്ടപ്പന. അതുകൊണ്ട് ഒരു വലിയ നേട്ടം കട്ടപ്പനയിലൂടെ ഉണ്ടാക്കാമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി പഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അത് UDF കൈകളിലാണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അതും UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. കാമാക്ഷി അത് UDF കയ്യിലാണ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് UDF കയ്യിലാണ്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് അതും UDF കയ്യിലാണ്. മരിയാപുരം, അതുപോലെ തന്നെ വാത്തിക്കുടി, അരക്കുളം ഗ്രാമപഞ്ചായത്ത് ഇതെല്ലാം UDF കയ്യിലാണ്. കുടയത്തൂർ ആ ഗ്രാമപഞ്ചായത്തും UDF കൈകളിലാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കുമ്പോൾ UDF വലിയ മേധാവിത്വമുള്ളൊരു സ്ഥലമാണ് ഇടുക്കി നിയമസഭാ മണ്ഡലം. പക്ഷേ റോഷി അഗസ്റ്റിൻ്റെ ഒരു വ്യക്തിപ്രഭാവം, ഒപ്പം കേരള കോൺഗ്രസ് M എന്ന പാർട്ടിക്ക് അവിടെ ലഭിക്കുന്ന സ്വീകാര്യത, ഇതെല്ലാം വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് LDF പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു UDF തരംഗം ഉണ്ടായിരുന്നു. അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരിക്കില്ല എന്നൊരു പ്രതീക്ഷ കൂടി LDF ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.